ഹലോ അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിൽ കുട്ടികൾക്കുള്ള നല്ല ഫ്ലെയറോട് കൂടിയിട്ടുള്ള ഒരു നെറ്റിൻ്റെ സ്കേർട്ടിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആണ്. 2 വയസ്സ് മുതൽ 3 വയസ്സ് വരെയുള്ള കുട്ടികൾക്കുള്ള മെഷർമെൻറ്റിലാണ് ഇത് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. മാത്രമല്ല ഇത് 3/4 സൈസിലല്ല സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്, ഫുൾ ലെങ്ത്തിലാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. 2 ലെയറായിട്ടാണ് ഇത് സ്റ്റെപ്പായി ചെയ്തിട്ടുള്ളത്. എന്നാലുള്ളൂ നല്ല വിടർന്ന് നല്ല ഭംഗി ഉണ്ടാവുള്ളൂ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇത് കാണാൻ. അതേപോലെ കുട്ടികൾക്ക് ഇട്ട് കൊടുത്താൽ നല്ല ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇനി ഇതിൻ്റെ കട്ടിങ് വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇവിടെ ഞാൻ എടുത്തിട്ടുള്ള ക്ലോത്ത് ഇതേപോലെ പ്ലെയിൻ നെറ്റും അതേപോലെ സാറ്റിൻ്റെ ക്ലോത്തുമാണ് ലൈനിങ് ആയിട്ട് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഈ നെറ്റ് ഒരുപാട് വലിയ നെറ്റാണ്. അപ്പോൾ ഇത്ര നെറ്റൊന്നും ഇതിന് ആവശ്യമില്ല. ഒരു 3-4 മീറ്റർ നെറ്റ് ഒക്കെ വേണ്ടി വരുള്ളൂ ഇത് കുട്ടികൾക്ക് വേണ്ടിയിട്ട്. നെറ്റിൻ്റെ ലെങ്ത്ത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. നമ്മൾ എത്രയാണോ എടുത്തിക്കണത് സ്കേർട്ടിൻ്റെ ഫുൾ ലെങ്ത്തിനെക്കാട്ടിലും ഒരു 2 ഇഞ്ച് മൈനസ് ചെയ്ത് ഒരു 14 ഇഞ്ചിലാണ് ഞാനിവിടെ കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 2 ഇഞ്ച് മേലെ നമ്മൾ ബെൽറ്റിൻ്റെ ഭാഗം വേറെ ഈ എക്സ്ട്രാ പ്ലെയിൻ നെറ്റ് വെച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് 2 ഇഞ്ച് നമ്മൾ കുറച്ച് വെച്ചിട്ടാണ് 14 ഇഞ്ചിലാണ് കട്ട് ചെയ്യണത്. ഇതേപോലെ 2 തവണ ആയിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 2-3 പീസ് ഇതേപോലെ കട്ട് ചെയ്തിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന ടൈമിൽ ഇത് തമ്മിൽ ഒന്ന് ജോയിൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ നല്ല ഫ്ലെയറോട് കൂടിയിട്ടുള്ള സ്കേർട്ട് നമുക്ക് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ 2 സ്റ്റെപ്പിൽ ചെയ്യണത്. മാത്രമല്ല ഇങ്ങനെ കട്ട് ചെയ്യുകയാണെങ്കിൽ തുണി നമുക്ക് ഏറെ ലാഭമായിട്ട് കിട്ടും. ഇനി സാറ്റിൻ്റെ ക്ലോത്തും ലൈനിങ് ആയിട്ട് ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എക്സ്ട്രാ വരുന്ന ഈ തയ്യൽ തുമ്പൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുക. നല്ല നീറ്റിൽ കട്ട് ചെയ്ത് കൊടുക്കുക. അതേപോലെ ഇവിടെയും സെയിം അളവിൽ തന്നെയാണ് മെഷർമെൻറ്റ് എടുത്തിട്ടുള്ളത്. അടി മടക്കി തയ്ക്കുമ്പോൾ 1 ഇഞ്ച് എക്സ്ട്രാ പോവും. അതേപോലെ 1/2 ഇഞ്ച് നമ്മൾ മേലെ ഭാഗം ജോയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും സ്കേർട്ടിൻ്റെ ഭാഗം ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടും പോവും. ഇനി ഇതിൻ്റെ സ്കേർട്ടിൻ്റെ മേലെ ഭാഗം ഒന്ന് ബെൽറ്റ് ഭാഗം അതിൻ്റെ മെഷർമെൻ്റ് എടുത്തിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതേപോലെ ഒരു പീസ് എടുത്തിട്ട് ഇതിൽ ഞാനൊരു 25 ഇഞ്ച് ലെങ്ത്തും അതേപോലെ 4.5 ഇഞ്ച് വിഡ്ത്തുള്ള ഒരു പീസുമാണ് കട്ട് ചെയ്തിട്ടുള്ളത്. കുട്ടിയുടെ അരവണ്ണത്തിൻ്റെ ഒരു 2-3 ഇഞ്ച് കുറച്ചിട്ട് വേണം നമ്മൾ എലാസ്റ്റിക് അതേപോലെ കട്ട് ചെയ്തിട്ട് എടുക്കാൻ. അപ്പോൾ ഇത്രയേ ഉള്ളൂ സ്കേർട്ടിൻ്റെ കട്ടിങ്. എലാസ്റ്റിക് കട്ട് ചെയ്യണത് ഞാൻ സ്റ്റിച്ചിങ് വീഡിയോയിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇനി ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ കണ്ടുനോക്കാം. ഇതേപോലെ നമ്മൾ നേരത്തെ 2 ലെയറായിട്ട് കട്ട് ചെയ്ത് വെച്ചിരുന്ന നെറ്റിൻ്റെ ക്ലോത്ത് ഇതേപോലെ ഇതിൻ്റെ സൈഡ് ഭാഗം ഒന്ന് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിൽ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്താത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ നെറ്റിൻ്റെ ക്ലോത്ത് ഞാൻ ഇതേപോലെ എക്സ്ട്രാ 2 പീസും കൂടെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ലെയറും സെക്കൻഡ് ലെയറായിട്ട് ഇടാൻ വേണ്ടിയിട്ടാണ്. സാറ്റിൻ ക്ലോത്തും ഇതേപോലെ ഇതിൻ്റെ സൈഡ് ഭാഗം ഒന്ന് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഈ സൈഡ് ഭാഗത്ത് എക്സ്ട്രാ തയ്യൽ തുമ്പൊക്കെ ഉണ്ടെങ്കിൽ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് നീറ്റിൽ ഒന്ന് കട്ട് ചെയ്തിട്ടെടുക്കുക. ഇനി ഇതിൻ്റെ അടിഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. നമ്മൾ മൊത്തമായിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ അടി മടക്കി തയ്ക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഈ ടൈമിൽ തന്നെ ഇതിൻ്റെ അടിഭാഗത്ത് ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് മാറ്റുക. അപ്പോൾ ഇത് ജോയിൻറ്റ് ചെയ്യലും അതേപോലെ അടി മടക്കി തയ്ക്കലൊക്കെ കഴിഞ്ഞു. ഇനി ഞാനിവിടെ ഈ സാറ്റിൻ്റെ ക്ലോത്തിൽ സ്ട്രൈറ്റ് ആയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഈ സൈഡ് ഭാഗം ഇതേപോലെ നന്നായിട്ട് ചുരുക്കിടാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ചുരുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് മെഷീനിൽ തന്നെ അഡ്ജസ്റ്റ് ചെയ്യുക. വലിയ സ്റ്റിച്ച് ഇട്ട് കൊടുത്താൽ മതി. സിംഗിൾ മെഷീനിലൊക്കെ ആണെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാൻ പറ്റും. ഇങ്ങനെ ചെയ്തെടുക്കാൻ വളരെ സിമ്പിളായിട്ട് പറ്റും. അപ്പോൾ ഈ ടൈപ്പിൽ സ്റ്റിച്ച് വലുതാക്കിയിട്ട് ഒന്ന് ചെയ്തെടുക്കുക. ബെൽറ്റിൻ്റെ ഈ കട്ട് ചെയ്ത് വെച്ച ഈ ഭാഗവും അതേപോലെ സാറ്റിൻ ക്ലോത്തും സെയിം മെഷർമെൻ്റ് ആണെന്ന് നോക്കുക.
അതിനനുസരിച്ചാണ് ചുരുക്കിട്ട് കൊടുക്കേണ്ടത്. ഇനി നെറ്റിൻ്റെ ക്ലോത്തിലും ഇതേപോലെ വലിയ സ്റ്റിച്ചിട്ട് കൊടുത്തിട്ട് ചെറിയ ചെറിയ ചുരുക്കുകൾ ഇട്ടെടുക്കാൻ സിമ്പിളായിരിക്കും. നേരത്തെ നമ്മൾ സാറ്റിൻ്റെ ക്ലോത്തിൽ ചെയ്ത പോലെ തന്നെ ഇതും ഇതേപോലെ സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ഈ സൈഡ് ഭാഗത്ത് ഒരു അര ഇഞ്ച് വിട്ടിട്ട്, അര ഇഞ്ചോ അല്ലെങ്കിൽ ഒരു 1/4 ഇഞ്ച് വിട്ടിട്ട് വേണം ഇതേപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കാൻ. എന്നാലുള്ളൂ നമ്മൾ ജോയിൻറ്റ് ചെയ്യുന്ന ഭാഗത്ത് എക്സ്ട്രാ കൂടുതലായിട്ടൊന്നും തയ്യൽ തുമ്പ് പോവാതിരിക്കുള്ളൂ. ഇനി ഞാൻ വേണമെങ്കിൽ ഇതേപോലെ ഒന്ന് കാണിച്ചു തരാം. ഇങ്ങനെ നമ്മൾ പെട്ടെന്ന് വലിക്കുമ്പോൾ ഇതേപോലെ ഇങ്ങനെ പെട്ടെന്ന് തന്നെ ഇത് ചുരുക്ക് പെട്ടെന്ന് തന്നെ ആയി കിട്ടും. നേരത്തെ നമ്മൾ 2 ലെയറിന് വേണ്ടിയിട്ട് മാറ്റി വെച്ച പീസാണിത്. അപ്പോൾ 2 ലെയർ ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുക. ഇതിൻ്റെ താഴെ കോട്ടൻ്റെ ക്ലോത്ത് വേണമെങ്കിലും സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കുക. അപ്പോൾ കോട്ടൻ്റെ ക്ലോത്ത് ഞാനിവിടെ എടുത്തിട്ടില്ല. ഇതിൽ തന്നെ അത്യാവശ്യം നല്ല ഫ്ലെയർ ആയിട്ട് തന്നെ നമ്മളെ സ്കേർട്ട്, കുട്ടികളുടെ സ്കേർട്ട് നല്ല ഫ്ലെയർ ആയിട്ട് തന്നെ കിട്ടുന്നുണ്ട്. നമ്മളെ കയ്യിൽ കോട്ടൻ്റെ ക്ലോത്ത് ഉണ്ടെങ്കിൽ ഇതേപോലെ നമ്മൾ ബെൽറ്റിൻ്റെ അളവെടുത്ത അളവിൽ തന്നെ ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്തിട്ട് എടുത്താൽ മതി. കോട്ടൻ്റെ ക്ലോത്തിന് എക്സ്ട്രാ ഇതേപോലെ ചുരുക്കിട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഈ സാറ്റിൻ്റെ ക്ലോത്തും അതേപോലെ നെറ്റിൻ്റെ ക്ലോത്തൊക്കെ ചുരുക്കിട്ടതിന് ശേഷം ഇതിട്ട് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ച ബെൽറ്റിൻ്റെ ആ ഭാഗം ഇതുമായിട്ട് ഒന്ന് ജോയിൻറ്റ് ചെയ്യണം. നമ്മൾ എടുത്ത ഈ ബെൽറ്റിൻ്റെ ഭാഗത്തിനെക്കാട്ടിലും ഒരു 2-3 ഇഞ്ച് കുറച്ചിട്ട് വേണം എലാസ്റ്റിക് കട്ട് ചെയ്യാൻ. അത് ഞാൻ എലാസ്റ്റിക് കട്ട് ചെയ്യുന്ന സമയത്ത് പറഞ്ഞുതരാം. അപ്പോൾ ഇത് ഫസ്റ്റ് നമുക്കിതൊന്ന് ജോയിൻറ്റ് ചെയ്യാം. ഇത് ഈ സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗത്ത് ഇതേപോലെ ഒരു പിന്ന് കുത്തിയിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ നല്ല വശം, സാറ്റിൻ്റെ നല്ല വശവും അതേപോലെ നെറ്റിൻ്റെ നല്ല വശവും കൂടെ ചേർത്തിട്ട് ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഈ ടൈമിൽ ചുരുക്കുകൾ ഒന്നും കൂടെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഈ ബെൽറ്റിൻ്റെ ഈ ഭാഗത്തേക്ക് വരുന്ന രീതിക്ക് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് എടുത്താൽ മതി. ഇനി അടുത്ത ലെയറും ഇതേപോലെ സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കുക. അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കേണ്ടത്. അടിയിൽ ബെൽറ്റിൻ്റെ ഭാഗം ഇതേപോലെ നല്ല നീറ്റായിട്ട് വെക്കാൻ ശ്രദ്ധിക്കുക. ചുരുണ്ട് മടങ്ങി പോവാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതേപോലെ ചുരുക്ക് ഇടുമ്പോൾ ഈ നെറ്റിൻ്റെ ചുരുക്ക് ഇടുമ്പോൾ ഒന്നും കൂടെ ഈ ബെൽറ്റിന് ആവണ രീതിക്ക് കറക്റ്റായിട്ട് ചുരുക്കിടാൻ ശ്രദ്ധിക്കുക. ഇനി അടുത്തതായിട്ട് ഇതേപോലെ നമ്മൾ നേരത്തെ അടി മടക്കി തയ്ച്ച് വെച്ച ഈ സാറ്റിൻ്റെ ക്ലോത്തും ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് സ്റ്റിച്ച് ചെയ്യുക. നമ്മളെ കയ്യിൽ കോട്ടൺ ലൈനിങ് ഉണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ സാറ്റിൻ ക്ലോത്ത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇതിൻ്റെ മുകളിൽ വെച്ച് ഒന്നും കൂടെ സ്റ്റിച്ച് ചെയ്തിട്ടെടുത്താൽ മതി. ഇത് അത്യാവശ്യം നല്ല ലെയറോട് കൂടിയിട്ടുള്ള ഒരു സ്കേർട്ടാണ്. അതേപോലെ നല്ല വിടർന്ന് നല്ല ഭംഗിയിൽ നിൽക്കുന്ന ഒരു സ്കേർട്ടും കൂടെയാണ്. ഇനി ഇത് സ്റ്റിച്ചിങ് കഴിഞ്ഞാൽ ഇതിൻ്റെ മുൻവശത്തേക്ക് നോക്കിയിട്ട് ഈ ബെൽറ്റിൻ്റെ ഭാഗം കറക്റ്റായിട്ട് നീറ്റിൽ കിടക്കണില്ലെന്ന് ഒന്ന് നോക്കുക. ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കണം, നല്ലതാണ്. ഇനി ഇതിൻ്റെ ബാക്ക് വശത്ത് ഈ ബെൽറ്റിൻ്റെ ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കണം. അപ്പോൾ ഇതേപോലെ 1/4 ഇഞ്ച് മടക്കി വെച്ചിട്ട് ഇതേപോലെ ആദ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കുക. കറക്റ്റ് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ ചെയ്യണത്. അതിനുശേഷം ഇത് ഒന്നും കൂടെ ഇതേപോലെ ഒരു ഇഞ്ച് വീതിക്ക് ഇതേപോലെ ഫ്രില്ലിൻ്റെ ഭാഗത്ത് ഇതേപോലെ 1 ഇഞ്ച് വീതിക്ക് വെച്ച് കൊടുത്തിട്ട് ഇതേപോലെ അടിച്ചെടുത്താൽ മതി. അപ്പോൾ ആ ഫ്രില്ലിൻ്റെ ഭാഗം കാണില്ല, നല്ല നീറ്റിൽ കിടക്കും. അപ്പോൾ ഈ ബെൽറ്റ് ഭാഗമൊക്കെ നല്ല ക്ലിയർ, നല്ല നീറ്റിൽ കിട്ടിയിട്ടുണ്ട്. എക്സ്ട്രാ വരുന്ന തയ്യൽത്തുമ്പൊക്കെ കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുക. ഇനി എലാസ്റ്റിക് നമ്മൾ കട്ട് ചെയ്തിട്ടെടുക്കണം. എലാസ്റ്റിക് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ അരവണ്ണത്തിനേക്കാട്ടിലും ഒരു 2 ഇഞ്ച് കുറച്ചിട്ടാണ് എലാസ്റ്റിക് കട്ട് ചെയ്യേണ്ടത്. 16 ഇഞ്ചിലാണ് ഇവിടെ ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത്, തയ്യൽത്തുമ്പടക്കം. എലാസ്റ്റിക് ഇടാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒരു പിന്ന് കുത്തി കൊടുത്തിട്ട് ഒരു ഭാഗത്ത് നിന്ന് മറ്റേ ഭാഗത്തേക്ക് ഈ എലാസ്റ്റിക് വരുന്ന വരെ ഇതേപോലെ ഇട്ട് കൊടുക്കുക. ഞാനിവിടെ 1 ഇഞ്ചിൻ്റെ എലാസ്റ്റിക്കാണ് എടുത്തിട്ടുള്ളത്. 1.5 ഇഞ്ചിൻ്റെ എലാസ്റ്റിക് വേണമെങ്കിലും എടുക്കുക. എലാസ്റ്റിക് ഇട്ട ഈ 2 ഭാഗത്തും ഇതേപോലെ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം. എലാസ്റ്റിക്കുകൾ തിരിഞ്ഞും മറിഞ്ഞും പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യണത്.
അപ്പോൾ ഈ എലാസ്റ്റിക്കിൻ്റെ ഭാഗം ഇവിടെ കംപ്ലീറ്റ് ആയി കിട്ടി. ഇനി എലാസ്റ്റിക്കുകൾ ഒന്നും കൂടെ തിരിഞ്ഞും മറിഞ്ഞും പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അതേപോലെ എലാസ്റ്റിക് നല്ല റെഡിമെയ്ഡ് ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മേലെ കൂടെ ഒരു സ്റ്റിച്ചിങ് കൂടെ കൊടുക്കാനുണ്ട്. ഇത് മേലെ ഭാഗമല്ല സ്റ്റിച്ച് ചെയ്യേണ്ടത്, അതായത് ഇതിൻ്റെ എലാസ്റ്റിക് വെച്ച ആ ബെൽറ്റിൻ്റെ സെൻറ്റർ ഭാഗത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. നമ്മൾ വെച്ച എലാസ്റ്റിക്കിൻ്റെ സെൻറ്ററിലായിട്ടാണ് ഇത് സ്റ്റിച്ച് ചെയ്യേണ്ടത്. അപ്പോൾ കടയിൽ നിന്നൊക്കെ വാങ്ങണ പോലെ തന്നെ അതേപോലെ തന്നെ നല്ല നീറ്റിൽ കിട്ടും. ഈ ടൈമിൽ എലാസ്റ്റിക് വലിച്ചു പിടിച്ചുകൊണ്ടാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റിച്ചും കൂടെ ഇതിൻ്റെ സെൻറ്റർ ഭാഗത്ത് കൊടുക്കുക. അങ്ങനെ 2 സ്റ്റിച്ച് വേണമെങ്കിൽ ഇടാം. ഇത് ബെൽറ്റ് അത്യാവശ്യം വീതി ഉണ്ടായതുകൊണ്ട് 2 സ്റ്റിച്ച് ഇട്ടാൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ. ഇനി നമ്മൾ ബെൽറ്റിൻ്റെ ഭാഗമൊക്കെ കംപ്ലീറ്റായി എലാസ്റ്റിക്കിൻ്റെ നമ്മളെടുത്ത മെഷർമെൻറ്റ് കറക്റ്റാണോ എന്ന് നോക്കണം. എന്നിട്ട് അവിടെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് എലാസ്റ്റിക്കിൻ്റെ വണ്ണം അനുസരിച്ച് ഒന്നും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് കൊടുക്കുക. അപ്പം നമ്മൾ തയ്യൽ തുമ്പ് എക്സ്ട്രാ വെച്ചിരുന്നു, ആ ഭാഗത്താണ് സ്റ്റിച്ച് ചെയ്തത്. ഇനി ഈ സ്കേർട്ടിൻ്റെ സൈഡ് ഭാഗം ഒന്ന് ജോയിൻറ്റ് ചെയ്യണം. അപ്പോൾ മൊത്തമായിട്ട് അങ്ങനെ ഷേപ്പിൽ ജോയിൻറ്റ് ചെയ്യല്ല. നമ്മൾ സൈഡ് ഭാഗം സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇതേപോലെ ഫ്രണ്ടിലുള്ള നെറ്റുകൾ രണ്ടും സൈഡ് തമ്മിൽ ജോയിൻറ്റ് ചെയ്യുക. അതിനുശേഷം രണ്ടാമത് വരുന്ന നമ്മൾ നെറ്റ് നമ്മളെടുത്തിരുന്ന നെറ്റുകൾ തമ്മിൽ ജോയിൻറ്റ് ചെയ്യണം. അതിനുശേഷം സാറ്റിൻ ക്ലോത്ത് ജോയിൻറ്റ് ചെയ്യാം. ഇത് ജോയിൻറ്റ് ചെയ്ത് എടുക്കേണ്ടത്. അങ്ങനെ ആകുമ്പോഴാണ് നല്ല വൃത്തിക്ക് അതേപോലെ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങണ അതേ ഷേപ്പിൽ ഇത് കിട്ടുക. അപ്പോൾ ഇത് വളരെ പെട്ടെന്ന് തന്നെ എല്ലാവർക്കും സ്റ്റിച്ച് ചെയ്യാൻ കഴിയും. ഇത് ലെയറായിട്ട് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തുകൊണ്ട് തന്നെ ഞൊറിവും കിട്ടിയിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇതിൻ്റെ കൂടെ ഇതിലേക്ക് ഒരു ടോപ്പും കൂടെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. കയ്യിന് നല്ല പഫായിട്ട് വരുന്ന നെറ്റ് വെച്ചിട്ട് ഉള്ള സ്ലീവാണ്. പിന്നെ അതേപോലെ അടിയിൽ ചെറിയൊരു ലേസും വെച്ച് നെറ്റും സാറ്റിൻ ക്ലോത്തും കൂടെ വെച്ചിട്ടുള്ള ടോപ്പാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ അടുത്ത പാർട്ടായിട്ട് ഇടാം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട എല്ലാ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും കൂടെ ചെയ്യാൻ മറക്കരുത്. എന്നാൽ ശരി, ഇനി അടുത്തൊരു വീഡിയോയിൽ വരുന്നവരെ അസ്സലാമു അലൈക്കും.